ഇതുപോലെ മൗത്ത് ടേപ്പിംഗ് നിങ്ങളുടെ കുട്ടിയുടെ വായ തുറന്ന് ഉറങ്ങുന്നത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങളെ പറ്റി കൂടി നിങ്ങൾ ബോധ്യവാന്മാരായിരിക്കണം. കുട്ടി വായിലൂടെ ശ്വസിക്കുന്നത് പലപ്പോഴും മൂക്ക് കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞതുകൊണ്ടാണ്. ഇങ്ങനെ ടേപ്പിംഗ് ചെയ്യുന്ന സമയത്ത് കുട്ടി ശ്വസിക്കുന്ന വഴി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിക്ക് മൂക്കിലൂടെ തന്നെ വേണം ശ്വസിക്കാൻ. പക്ഷേ മൂക്കിലൂടെ ആവശ്യത്തിന് ശ്വാസം കുട്ടിക്ക് കിട്ടുന്നില്ലെങ്കിലോ? അലർജി കാരണമായിരിക്കാം കുട്ടിയുടെ മൂക്ക് അടഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ അഡിനോയിഡ് വലുതായത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടോൺസിൽസ് ഇൻഫ്ലൈംഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മൂക്കിൽ മറ്റു ഒബ്സ്ട്രക്ഷൻ കൊണ്ട് എന്തെങ്കിലും ആയിരിക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വായിലൂടെ ശ്വാസം എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ മൂക്കിലൂടെ ശ്വാസം വേണ്ടത്ര കിട്ടുകയും കൂടെ ഇല്ലെങ്കിൽ ഈ സമയത്ത് ശ്വാസം എടുക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയും കുട്ടിക്ക് പലപ്പോഴും ഓക്സിജൻ ലെവല് ശരീരത്തിൽ കുറയാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടി ഉറങ്ങുന്ന സമയത്ത് വല്ലാതെ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, ഒപ്പം തന്നെ മൂക്കടഞ്ഞ് കുട്ടി പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുട്ടി എഴുന്നേറ്റ് ഇരുന്ന് ശ്വാസം വീണ്ടും വീണ്ടും എടുക്കുക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒരിക്കലും മൗത്ത് ടേപ്പിംഗ് ഒരു സൊല്യൂഷനായി നിങ്ങൾ കാണരുത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൗത്ത് ടേപ്പിങ്ങിലൂടെ ഒരിക്കലും മൗത്ത് ബ്രീത്തിങ്ങിന്റെ യഥാർത്ഥ കാരണം ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വായ തുറന്ന് ഉറങ്ങാതിരിക്കാനാണ് ടേപ്പ് ഒട്ടിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് കുട്ടി മൂക്കിലൂടെ ശ്വസിക്കാത്തത് എന്നുള്ള കാരണം അവിടെ തുടരുകയാണ്. അതുകൊണ്ട് മൗത്ത് ടേപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് കുട്ടി വായിലൂടെ ശ്വസിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അലർജിയുടെ പ്രശ്നമാണോ, അഡിനോയിഡിന്റെ പ്രശ്നമാണോ, ഇനി മൂക്കിൽ നെയ്സൽ പോളിപ്പിന്റെ പ്രശ്നമാണോ, ഇതെന്തെന്ന് കാരണം മനസ്സിലാക്കി കൃത്യമായി ചികിത്സ എടുക്കുക. കാരണം മനസ്സിലാക്കി ചികിത്സിച്ചു കഴിഞ്ഞാൽ കുട്ടി മൂക്കിലൂടെ തന്നെ ശ്വാസം എടുത്തു തുടങ്ങി, ഒപ്പം തന്നെ വായ രാത്രിയിൽ ഉറക്കത്തിൽ അടച്ചു തുടങ്ങും. അതുകൊണ്ട് ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് മൗത്ത് ടേപ്പിംഗ് അല്ല. അതിനു പകരം എന്തുകൊണ്ടാണ് കുട്ടി വായിലൂടെ ശ്വസിക്കുന്നതെന്ന് കാരണം കണ്ടെത്തി ചികിത്സ എടുക്കുക. നിങ്ങളുടെ കുട്ടി ഉറങ്ങുന്ന സമയത്ത് വായ തുറക്കുന്നതിനൊപ്പം തന്നെ കൂർക്കം വലിയോ ശ്വാസം പെട്ടെന്ന് കിട്ടാതെ എഴുന്നേൽക്കുകയോ ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഒരിക്കലും ഈ സിംറ്റംസ് അവഗണിക്കരുത്. മൗത്ത് ടേപ്പിംഗ് ചെയ്യുന്ന കുട്ടികളുടെ പാരൻസിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.